എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ച് ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി ചോറ് വയറ് നിറച്ചും കഴിക്കാൻ. അത്രയ്ക്കും ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വെണ്ടയ്ക്ക കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ കറി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലോട്ട് 250 ഗ്രാം വെണ്ടയ്ക്ക ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ച് ഈ രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് കളർ മാറി ഫ്രൈ ആയി വരിക അങ്ങനെയൊന്നും വേണ്ട. ഈ വെണ്ടയ്ക്കൊക്കെ ഒരു കിളുകിളിപ്പുണ്ടല്ലോ, ആ കിളുകിളിപ്പൊക്കെ ഒന്ന് മാറി വരണം. തീ മീഡിയത്തിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്കയുടെ കിളികളിപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. കളറൊന്നും മാറാതെ തന്നെ ഈ രീതി ഫ്രൈ ആയി വന്നാൽ മതി. ഈ സമയത്ത് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ വെണ്ടയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വെണ്ടയ്ക്ക അങ്ങ് കോരി മാറ്റി വെക്കാം. അതേ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ 10-20 ഉലുവ, മുഴുവൻ ഉലുവ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ കൂടി പോവരുന്നേ, കയ്പ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യും. 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടി വരുന്നവരെ ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലോട്ട് 10-20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി നടുക്കൂടെ മുറിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മുഴുവനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കൊച്ചുള്ളി ഒത്തിരി അങ്ങ് ഫ്രൈ ആവുക അങ്ങനെയൊന്നും വേണ്ട. അതിൻ്റെ കളറൊക്കെ മാറി കൊച്ചുള്ളി ഒന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി താണ്ടി ഇങ്ങനെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായാൽ മതി. ഈ സമയത്ത് ഞാനൊരു 8 വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇരിക്കുന്ന ചെറിയ വെളുത്തുള്ളിയാണ് എന്നുണ്ടെങ്കിൽ ഒരു 10 വെളുത്തുള്ളി എടുക്കാവുന്നതാണ്. വെളുത്തുള്ളി നല്ല രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 2 ടൊമാറ്റോ നല്ലതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ലതായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഇതുവരെ ചെയ്തെടുത്ത് എല്ലാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ. തീ ഒത്തിരി അങ്ങ് കൂട്ടി വെക്കരുത് കേട്ടോ. തക്കാളി പേസ്റ്റൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നമുക്കിതിനെ ഇളക്കിയെടുക്കാം. പൊടികളൊക്കെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ നല്ലതായിട്ട് ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മസാലകളൊക്കെ ഇതിൽ കിടന്ന് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി വന്നാൽ മതി. ഈ സമയത്തേക്ക് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ട് പിഴിഞ്ഞെടുത്താണ്. അത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പുളിവെള്ളം കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 1.5 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരണം. നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. വെണ്ടയ്ക്കയ്ക്ക് മാത്രമല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കോടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് തിളപ്പിച്ചെടുത്തത്. ഒത്തിരി ഫ്ലെയിം കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറിയൊക്കെ നല്ലതായിട്ട് കുറുകി വരും. 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് കറി നല്ല രീതിയിൽ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം വെണ്ടയ്ക്കൊക്കെ നല്ല രീതിയിൽ വെന്തും വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചാറിൽ വേണം എന്നുണ്ടെങ്കിൽ തീ ഫുൾ കുറച്ച് വെച്ചിട്ട് ഇനി പറയുന്ന സംഭവങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട, കുറച്ചുകൂടെ കുറുകണം എന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ശർക്കര ചീകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ പുളിയും എരിവും ഉപ്പെല്ലാം നല്ലതായിട്ട് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കറി ഓഫ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. തണുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ കുറുകി വരും കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ അകത്ത് ഒഴിച്ച് ഇത് കഴിക്കുവാണെങ്കിൽ ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ. ഒരു മീൻ വറുത്തത് വല്ലതും ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.